മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് 75 ഡേയ്സ് ചാലഞ്ചിൻ്റെ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചിയാ സീഡ് വാട്ടറാണ് കുടിച്ച്. അതിനുശേഷം കുറച്ച് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നേ. എല്ലാ ദിവസവും എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതണമല്ലോ. അതിനുശേഷം മോർണിംഗ് വാക്കിനായിട്ട് ഞാൻ ഇറങ്ങി. പുറത്തെ കാഴ്ചകളും ഭംഗികളൊക്കെ കണ്ടതിന് ശേഷം ഒരു അരമണിക്കൂർ നടന്നിട്ട് ഞാൻ ബാക്കി ടെറസിലാണ് വന്നത്. എന്നിട്ട് പിന്നെ ബാക്കി സ്ട്രെച്ചിങ്ങും കുറച്ച് ചെറിയ ഗ്രൗണ്ട് എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. കുറേ നാളായി എക്സസൈസൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ബോഡിക്ക് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. ചെയ്യുന്ന സമയത്തും മുട്ടിനൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ചെയ്യാൻ നിന്നില്ല, 45 മിനിറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇൻഡോർ എക്സസൈസ് ചെയ്യാനായിട്ട് വന്നേ. ഞാൻ ലോവർ ബോഡിയാണ് വർക്കൗട്ട് ചെയ്തത്. അത്യാവശ്യം വയറൊക്കെ വെച്ചത് കാരണം ഭയങ്കര പാടായിരുന്നു ചെയ്യാൻ. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു. അപ്പോൾ അങ്ങനെ എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ഞാൻ തലേദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഇത്. ഫ്രൂട്ട്സും പിന്നെ കുറച്ച് സീഡ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ യോഗേർട്ട് അല്ലാത്തതുകൊണ്ട് കേർഡാണ് ഞാൻ ആഡ് ചെയ്തത്. ഞാൻ ഹണി ആഡ് ചെയ്തിട്ടില്ല, കാര്യം ഷുഗർ ഡയറ്റ് ആയതുകൊണ്ട് ഹണി എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് പ്രോട്ടീനായിട്ട് എഗ്ഗും കൂടെ കുക്കാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തതിന് ശേഷം അതിൽ കൂടെ കുറച്ച് നട്ട്സും കൂടെ ഇട്ടിട്ട് അതും കഴിച്ചായിരുന്നു. പിന്നെ ഈ ബോട്ടിലാണ് ഞാൻ വെള്ളത്തിനെടുത്തത്. 2 ലിറ്റേഴ്സിൻ്റെ ബോട്ടിലാണ്, വലിയ ബോട്ടിലാണ്. അപ്പോൾ ഇതിലൊരു 2 ബോട്ടിൽ കുടിച്ചാൽ മതിയായിരിക്കും ഡെയിലി. അപ്പോൾ 4 ലിറ്റേഴ്സ് ആവും. അതിനെല്ലാം ശേഷം ഞാൻ ഒന്ന് കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് വെച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടോണറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിപ് ബാമും. ഇത്രയാണ് സ്കിൻ കെയർ ആയിട്ട് ചെയ്തത്. അതിനുശേഷം ഞാനൊരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഈ 75 ഡേയ്സും എഴുതി വോളിൽ ഫിക്സ് ചെയ്യാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം എഴുതിയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബ്രൊക്കോളിയും സവാളയും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അതിനെ വേവിച്ചങ്ങെടുത്തു. അതൊക്കെ ചെയ്ത ഉടനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു, ഇല്ലെങ്കിൽ ഇനി എനിക്ക് തന്നെ പണിയാകും. സോ ഇനി റൈസിനായിട്ടുള്ളതാണ്. ബസ്മതി റൈസാണ്, ജസ്റ്റ് വെജിറ്റബിൾസ് ഇട്ട് കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ആ വേവിച്ച ചിക്കനും കൂടെ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ആ ചിക്കനും വെജിറ്റബിൾസും ഇട്ട് വേവിച്ച കാരണം സൂപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂപ്പ് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ വേവിച്ചതിൽ മസാലയൊന്നും ഇടാത്തതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷേ ഡയറ്റാണ്, നമുക്കിതിൽ കഴിക്കാൻ പറ്റും. ഇനിയുള്ളത് 10 പേജസ് ഓഫ് ബുക്ക് റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ ബുക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊരു 10 പേജസ് വന്ന് വായിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഞാൻ കുക്കുംബറും ക്യാരറ്റുമാണ് എടുത്തത്. അപ്പോൾ ഡേയ്സൊക്കെ ഞാൻ ഇവിടെ എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡേ 1 ഇളക്കി മാറ്റാണ്. അപ്പോൾ ഞാൻ ഡെയിലി റെക്കോർഡ് ചെയ്യത്തില്ല, വീക്ക്ലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.